ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് ആയാൽ കൊൽക്കത്തയിൽ എന്ത് മാറ്റമാണ് വരാൻ പോകുന്നത്? ഒരു ട്രംപ് ടവർ കൂടി കിട്ടും. 3 കിടപ്പുമുറിയുടെ ഒറ്റ ഫ്ളാറ്റ് കേവലം 5,12,00,000 രൂപ കൊടുത്താൽ വാങ്ങാം. 5 കിടപ്പുമുറി വേണമെങ്കിൽ 6,80,00,000 രൂപയെ വരൂ. കൊൽക്കത്തയിൽ മാത്രമല്ല, പുനെ, ഗുരുഗ്രാം, നോയിഡ, മുംബൈ, ഹൈദരാബാദ്, ബംഗളൂരു എന്നിവിടങ്ങളിലും വരികയാണ് ട്രംപ് ടവറുകൾ. ഒന്നാം ട്രംപ് സർക്കാർ കാലത്ത് 4 എണ്ണമാണ് ഇന്ത്യയിൽ വന്നതെങ്കിൽ 2ാം ട്രംപ് സർക്കാരിന്റെ ആദ്യ മാസം തന്നെ കമ്പനി ഇന്ത്യയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് 15,000 കോടിയുടെ നിക്ഷേപമാണ്. അമേരിക്ക കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റിൽ ട്രംപ് ഏറ്റവും കൂടുതൽ മുതൽ മുടക്കുന്ന രാജ്യമായി ഇന്ത്യ മാറുകയാണ്. നമുക്ക് ഇതിൽ പരം എന്ത് വേണം അഭിമാനിക്കാൻ? ആദ്യ പ്രസിഡന്റ് ആകുന്നതിന് മുൻപ് വരെ റിയൽ എസ്റ്റേറ്റ് മാത്രമായിരുന്നു ട്രംപിന്റെ വഴി. മറ്റു വ്യവസായങ്ങളിൽ പലതും തകർന്ന് ഹതാശനായ ട്രംപ് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ചേർന്ന് തെരഞ്ഞെടുപ്പ് ജയിച്ചു. പിന്നെ പല വഴി വ്യവസായങ്ങളിലേക്ക് പറന്നിറങ്ങി. അതിൽ ട്രംപ് ബൈബിൾ വരെയുണ്ട്. ബൈബിളിന്റെ തീവ്ര ഇവാഞ്ചലിക്കൽ വേർഷനാണ് പുതിയതായി വിപണിയിൽ എത്തി ചൂടപ്പം പോലെ വിറ്റുപോയിക്കൊണ്ടിരിക്കുന്ന ട്രംപ് ബൈബിൾ. പക്ഷേ ഇത്തവണ കാത്തിരുന്ന് സമയം കളയാൻ ട്രംപ് ഇല്ല. അതിനുള്ള തെളിവിതാ കാണാം. ഇതാണ് ട്രംപ് ഓർഗനൈസേഷൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന അതിമനോഹരമായ ബ്രോഷർ. ട്രംപ് ജനുവരിയിൽ മാത്രമേ അധികാരത്തിലെത്തൂവെങ്കിലും നവംബർ 5-ന് തെരഞ്ഞെടുപ്പ് നടപടി പൂർത്തിയായപ്പോൾ മുതൽ ഇവിടെ ഒരുക്കം തുടങ്ങി. ഡിസംബർ 10-ന് ബ്രോഷറും പുറത്തു വന്നു. ഇതിന്റെ അവസാന പേജുകളിൽ ഒന്നിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഇതാണ് ലൊക്കേഷൻ. കൊൽക്കത്ത സയൻസ് സിറ്റിക്കും PC ചന്ദ്ര ഗാർഡനും മധ്യത്തിലാണ് ട്രംപ് ടവർ. കൊൽക്കത്തയിലെ ഏറ്റവും മൂല്യമുള്ള സ്ഥലമൊന്നുമല്ല, പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും മൂല്യമുള്ള ഫ്ളാറ്റുകളാണ് ഇവിടെ വിൽക്കുന്നത്. ആ വിൽപ്പനയുടെ കാരണം ട്രംപ് എന്ന പേരാണ്. ലോകം പുതിയ വാനിറ്റി കണ്ടെത്തുന്നത് ഈ പേരിലാണ്. ശരിക്കും ട്രംപ് ഒന്നുമല്ല ഈ ബിസിനസ് നടത്തുന്നത്. ഇത്തവണ മത്സരിക്കുന്നതിന് മുന്നോടിയായി ട്രംപ് ഓർഗനൈസേഷനിൽ നിന്ന് ട്രംപ് രാജിവെച്ചു. പകരം ഡൊണാൾഡ് ട്രംപ് ജൂനിയർ ആണ് ഈ പദ്ധതികളെല്ലാം നടത്തുന്നത്. ട്രംപിന്റെ മൂത്ത മകനാണ് ഇപ്പോൾ തന്നെ ഡോൺ ജൂനിയർ എന്ന വിളിപ്പേരുള്ള ജൂനിയർ ട്രംപ്. ആദ്യ ഭാര്യ ഇവാനയിലുള്ള മകൻ. ട്രംപിന്റെ രാജിക്കൊക്കെ ഇത്രയേ അർത്ഥമുള്ളൂവെന്ന് വ്യക്തമായല്ലോ. സ്വന്തം പേരിലെ സ്ഥാപനം മകന് വിട്ടുകൊടുത്ത ശേഷം ഒന്നിലും ബന്ധമില്ല എന്ന് പ്രഖ്യാപിക്കുക. പിന്നെ മറ്റൊരു വലിയ പ്രഖ്യാപനവും. പ്രസിഡന്റ് എന്ന നിലയിൽ $1 പോലും ശമ്പളം സ്വീകരിക്കില്ല എന്നാണ് ആ പ്രഖ്യാപനം. പിന്നെ എങ്ങനെ ട്രംപിന്റെ കുടുംബം കഴിയും? ട്രംപിന് അമേരിക്കൻ പ്രസിഡന്റ് ആവുക എന്നാൽ പലവിധ ബിസിനസ്സുകൾ വളർത്തുക എന്നാണ്. ബാക്കി പറയുന്നതൊക്കെ ഗീർവാണങ്ങളും പൊങ്ങച്ചവുമാണ്. ട്രംപിന് ബന്ധമില്ല, പേര് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂവെന്നാണ് സങ്കല്പം. ട്രംപ് ടവർ ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് ട്രബേക്ക ബിൽഡേഴ്സ് ആണ്. അവർ ആരാണ് എന്ന് അന്വേഷിച്ചു പോയാൽ വെബ്സൈറ്റിൽ ഉപദേഷ്ടാവ് എന്ന പേരിൽ കാണുന്ന ഡൊണാൾഡ് ട്രംപ് ജൂനിയറിന്റെ പടമല്ലാതെ മറ്റാരെയും കണ്ടെത്താൻ കഴിയില്ല. ട്രബേക്ക ബിൽഡേഴ്സ് നിർമ്മിക്കുന്ന ട്രംപ് ടവറുകളുടെ ലോഞ്ചിന് 2025 ജനുവരിയിൽ എത്തുന്നതും ജൂനിയർ ട്രംപാണ്. ജനാധിപത്യത്തെക്കുറിച്ചും വ്യവസായത്തെക്കുറിച്ചുമെല്ലാമുള്ള നമ്മുടെ സങ്കല്പങ്ങളെ ഒക്കെ തെറ്റിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഷാറുഖ് ഖാനും അമിതാഭ് ബച്ചനും ഒക്കെ വിവിധ വ്യവസായങ്ങളിൽ നിക്ഷേപിക്കുന്നത് സിനിമയിൽ നിന്ന് ലഭിക്കുന്ന പണമാണ്. എന്നാൽ ട്രംപ് നിക്ഷേപിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് എന്ന രാഷ്ട്രീയ അധികാരമാണ്. ആ പദവി ഉപയോഗിച്ച് ആരൊക്കെയാണ് താമസക്കാരാകുന്നത് എന്നറിയാമോ? കാണണം ആ പേരുകൾ. പലരും ഒരു ദിവസം പോലും താമസിച്ചിട്ടില്ലെങ്കിലും ന്യൂയോർക്കിലെ ട്രംപ് ടവറിലെ ഫ്ളാറ്റ് ഉടമകൾ ഇവരൊക്കെയാണ്. ബിൽ ഗേറ്റ്സ്, ഹാരിസൺ ഫോർഡ്, ഡെറക് ടെറ്റർ, സോഫിയ ലോറൻ തുടങ്ങിയവർ. പ്രസിഡന്റ് വിളിച്ചു പറയുമ്പോൾ $10 കോടി മുടക്കി ഓരോ ഫ്ളാറ്റ് വീതം വാങ്ങിയിട്ടില്ലെങ്കിൽ പുലിവാൽ വേറെ പിടിക്കേണ്ടി വരും. ഇങ്ങനെ വാങ്ങുന്നവർക്കൊക്കെ കുർബാന കൂടാൻ പോയപ്പോൾ പള്ളിമേടയിലേക്ക് 50 രൂപ കൊടുക്കുന്നത് പോലെയുള്ളൂ ഈ നിക്ഷേപവും. അവരെയാണ് ട്രംപ് പാട്ടിലാക്കുന്നത്. എന്നാൽ കൊൽക്കത്തയിൽ ബൈപ്പാസിൽ ട്രംപ് ടവറിലെ ഫ്ളാറ്റുകൾ വാങ്ങാൻ എന്താണ് ഇന്ത്യക്കാരെ പ്രേരിപ്പിക്കുന്നത്? ഇന്ത്യക്കാരെ ഈ ഫ്ളാറ്റുകളിലേക്ക് എത്തിക്കുന്നത് വാനിറ്റിയാണ്. ട്രംപ് എന്ന വിലാസത്തിന് എന്തോ വില കൂടുതലുണ്ടെന്ന തെറ്റിദ്ധാരണയാണ്. ട്രംപ് ടവറുകളിലെ ഫ്ളാറ്റുകളുടെ അതേ നിലവാരമുള്ള 2465 ചതുരശ്ര അടി ഫ്ളാറ്റുകൾ 1.5 കോടി രൂപയ്ക്ക് കൊൽക്കത്തയിലും മുംബൈയിലും കിട്ടും. ലൊക്കേഷൻ അല്പം കൂടി മെച്ചപ്പെട്ടതാണെങ്കിൽ 2.5 കോടി രൂപ വരെ നൽകാനുള്ള മൂല്യമാണ് ഈ ഫ്ളാറ്റുകൾക്കുള്ളത്. പിന്നെ എന്തിന് 5 മുതൽ 7 കോടി രൂപ വരെ? അധികമായി നൽകുന്ന 2.5 കോടി മുതൽ 4 കോടി വരെ തുകയാണ് ഡൊണാൾഡ് ട്രംപ് എന്ന അമേരിക്കൻ പ്രസിഡന്റിനുള്ള വില. ട്രംപ് ടവർ നിർമ്മാതാക്കൾ കൊൽക്കത്തയിൽ സംഘടിപ്പിച്ചു നൽകുന്ന EMI പോലും 12 ലക്ഷം രൂപയാണ് മാസം അടയ്ക്കേണ്ടത്. അതൊക്കെ മുടക്കാനും ഇവിടെ ആളുണ്ട്. ഗോഡ് ബ്ലസ് USA എന്നൊരു പുസ്തകം ട്രംപ് ഇറക്കി. അത് ട്രംപ് എഴുതിയതൊന്നുമല്ല. ബൈബിളും അമേരിക്കൻ ഭരണഘടനയും ഒറ്റ പുസ്തകത്തിലാക്കിയുള്ള വിൽപ്പനയാണ്. അതിന് വില $60. ഇന്ത്യയിൽ 5000 രൂപ വരും. കഴിഞ്ഞ 4 മാസത്തിനിടെ ആ പുസ്തകത്തിന്റെ 5 ലക്ഷം കോപ്പികളാണ് നിർബന്ധപൂർവ്വം വിറ്റഴിച്ചത്. $20 പോലും മുടക്കു വരാത്ത പുസ്തകം ഒരേ സമയം ട്രംപിന്റെ പ്രചാരണ ഉപാധിയായും
ധനാഗമന മാർഗവും ആവുകയായിരുന്നു. ട്രംപ് നടത്തുന്ന ആ കച്ചവടത്തിലുണ്ട് ആഗോള ജനാധിപത്യം വീണുകിടക്കുന്ന ആഴം. മതവും രാഷ്ട്രീയവും കൂട്ടിക്കലർത്തരുത് എന്ന തത്വം തന്നെയാണ് പരസ്യമായി അട്ടിമറിച്ചത്. ബൈബിളും രാഷ്ട്രത്തിന്റെ ഭരണഘടനയുമാണ് ഒറ്റ പുസ്തകമാക്കി അച്ചടിച്ചത്. ട്രംപിന്റെ ഈ കച്ചവടത്തിന് താളം തെറ്റിയത് തുർക്കിയിൽ മാത്രമാണ്. തയ്യിബ് എർദോഗാൻ തുർക്കിയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയമാണ്. അന്നാണ് അമേരിക്കയിലേക്ക് മുസ്ലിങ്ങളെ പ്രവേശിപ്പിക്കില്ല എന്ന് പ്രസിഡന്റായിരുന്ന ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത്. ഇതോടെ ഇസ്താംബുളിലെ ട്രംപ് ടവറിന്റെ പേര് മാറ്റാൻ എർദോഗൻ ഉത്തരവിട്ടു. ആ ഉത്തരവ് ഇറങ്ങിയതിന് പിന്നാലെ ട്രംപ് നയം മാറ്റി. ഇസ്താംബുളിലെ കെട്ടിടം പഴയതുപോലെ ട്രംപ് ടവർ എന്ന് തന്നെ അറിയപ്പെടുകയും ചെയ്തു. ഡൊണാൾഡ് ട്രംപ് എന്തിനാണ് യുക്രൈനെ തള്ളുകയും റഷ്യയെ കൊള്ളുകയും ചെയ്യുന്ന നയം പ്രഖ്യാപിച്ചത്? അതിന് ഒരു കാരണമേ ഉള്ളൂ: മോസ്കോയിൽ പണിയുന്ന ട്രംപ് ടവർ. അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും നമ്പർ 1 ശത്രുവായി കണ്ട് റഷ്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തുന്നു. അതേസമയത്ത് അവിടെ പോയി കോടികൾ മുടക്കി ടവർ പണിയുകയാണ് നിയുക്ത പ്രസിഡന്റ്. നിക്ഷേപത്തിന് ആരും വരാത്ത കാലത്ത് വീണു കിട്ടിയ ട്രംപിനെ ആനുകൂല്യങ്ങൾ കൊണ്ട് പുടിൻ പൊതിഞ്ഞു. അതിൽ മഞ്ഞളിച്ച് ട്രംപ് നിക്ഷേപം പ്രഖ്യാപിച്ചു. റിയൽ എസ്റ്റേറ്റിന് പുറമെ ട്രംപിന്റെ പേരിൽ 250ഓളം വ്യവസായങ്ങളുണ്ട്. 2017 മുതൽ അവയെല്ലാം നടത്തുന്നത് സാങ്കേതികമായി മക്കളാണ്. റിയൽ എസ്റ്റേറ്റിന് പുറമെ ഓഹരി നിക്ഷേപ സ്ഥാപനം, ഹോട്ടലുകൾ, റിസോർട്ടുകൾ, വിവിധ രാജ്യങ്ങളിൽ ഗോൾഫ് കോഴ്സുകൾ, പുസ്തക പ്രസാധനം, ട്രാവൽ ഏജൻസി, ഓൺലൈൻ വിദ്യാഭ്യാസം, നിരവധി വൈൻ പാർലറുകൾ, ചോക്ലേറ്റ് നിർമ്മാണം, ഇങ്ങനെ പോകുന്നു ആ സ്ഥാപനങ്ങൾ. കഴിഞ്ഞ പ്രസിഡൻസി കാലത്താണ് കടത്തിൽ നിന്ന് ഈ സ്ഥാപനങ്ങൾ കരകയറിയത്. ഈ പ്രസിഡൻസിയിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്കുള്ള വ്യാപനമാണ് ലക്ഷ്യം. ട്രംപ് ആദ്യം പ്രസിഡന്റ് ആകുമ്പോൾ ഇന്ത്യയിൽ 2 ടവറുകളുടെ നിർമ്മാണമാണ് നടന്നിരുന്നത്. ആദ്യത്തെ ടേം അവസാനിക്കുമ്പോൾ 2 എണ്ണം കൂടി മാത്രമാണ് പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. ആ കേട് തീർക്കാനാണ് ഇത്തവണ 6 എണ്ണം അധികാരമേൽക്കും മുൻപ് തന്നെ പ്രഖ്യാപിച്ചത്. 15,000 കോടി രൂപയാണ് അവയുടെ വിൽപ്പന മൂല്യം. അതിൽ 8,000 മുതൽ 10,000 കോടി വരെ ട്രംപിനുള്ള ബ്രാൻഡ് വിലയാണ്. ഇങ്ങനെ കാശെടുത്ത് വീശാൻ ഇന്ത്യക്കാർ ഇത് എവിടെ നിന്നുണ്ടാക്കുന്നു എന്ന ചോദ്യം മാത്രം ഉയർത്തി ഇന്നത്തെ സത്യം പറയട്ടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.